വന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ വനിതാ കമ്മീഷൻ മെമ്പറും കുൽസു ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണും ആയിരിക്കുമ്പോഴാണ് നമ്മുടെ സദസ്സിൽ ഔദ്യോഗികമായി ക്ഷണിച്ചു വന്ന ഒരു വേദിയിൽ വെച്ച് ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. അതിന്റെയൊക്കെ വീഡിയോസ് ഉണ്ട് കേട്ടോ, എല്ലാ ഹാർഡ് കോപ്പി. ഞാനിവിടെ പറയുന്നതൊന്നും ഹിയർസി എവിഡൻസ് അല്ല, എല്ലാം എനിക്ക് നേരിട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂർ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മൈക്ക് അങ്ങോട്ടേക്ക് മാറ്റി നിർത്താൻ, ഞങ്ങളും ക്ഷണിച്ചു വന്നവരാ, വലിഞ്ഞു കയറി വന്നവരല്ല. പക്ഷെ കുൽസു ടീച്ചർ അന്ന് തന്നെ ഇറങ്ങിപ്പോയി, അപ്പം തന്നെ ഇറങ്ങിപ്പോയി, ഞാൻ ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ ഇന്നും എന്റെ മുന്നിൽ. ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ വനിതകളെ മുസ്ലിം ലീഗിന്റെ വനിതാ പ്രതിനിധികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എവിടെ പോയി നിങ്ങളുടെ ആദർശം? ഈ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുസമദ് പൂക്കോട്ടൂരിനോടാണ് ചോദ്യം വളരെ പ്രസക്തമാണ്, കൃത്യമായ പോയിന്റിലാണ് നോർബിന ചോദിച്ചിരിക്കുന്നത്. കാറ്റിനനുസരിച്ച് തൂറ്റുന്ന ഏർപ്പാട്, അഥവാ രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് നിലപാട് മതനിയമങ്ങൾ പറയുന്ന ഏർപ്പാട് നിർത്തിയില്ലെങ്കിൽ ഇതുപോലെ ഇനിയും പൂക്കോട്ടൂരടക്കമുള്ള നളന്ത നേതാക്കൾ സമാനമായ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. നോർബിന താത്തയുടെ ചോദ്യത്തിന് ഞാനൊരു ലളിതമായ മറുപടി പറയും. അന്ന് പൂക്കോട്ടൂർ സാഹിബ് സമസ്തക്കാരനായിരുന്നു. അതുകൊണ്ട് ആരെയും പേടിക്കാതെ നെഞ്ചൂക്കോടെ നട്ടലോടെ മതനിയമങ്ങൾ പറയാൻ അദ്ദേഹത്തിന് അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു സമസ്തക്കാരനല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരിപൂർണമായി സമസ്തയെ അംഗീകരിക്കുന്ന ആളല്ല, മറിച്ച് ഒരു പാർട്ടി അടിമയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തിന് കാരണം എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇത് നമ്മൾ പറയണം. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ അദ്ദേഹം ഈ നിലപാടിനെതിരെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മറുപടി 2019 ഈ ഇലക്ഷൻ വരുന്നതിന് തൊട്ടു മുമ്പും അദ്ദേഹം പറഞ്ഞു വെച്ച മറുപടിക്ക് അദ്ദേഹം തന്നെ മറുപടിയുമായിട്ട് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ പാർട്ടി അടിമകളായി ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അവനാന്റെ നിലയും വിലയും നഷ്ടപ്പെടുമെന്നതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്ത് പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല. കാരണം എൻ്റെ ഫോളോവേഴ്സ് മുഴുവൻ ലീഗ് അനുഭാവികളായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ ഇപ്പോ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ നോർബിന പറഞ്ഞതിൽ ഒരുപാട് പോയിന്റുകളുണ്ട്, ഒരുപാട് ശരിയാണെന്ന് നമുക്ക് നമ്മുടെ യുക്തിക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞതിൽ. അവരുന്നയിച്ച ആരോപണങ്ങളും അവർ കാട്ടുന്ന ആശയങ്ങളൊക്കെ നമ്മുടെ യുക്തി കൊണ്ട് അളന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് അതൊക്കെ ശരിയാണ് എന്ന് തോന്നാം. പക്ഷെ ഇവിടെ ഞാനടക്കമുള്ള ആളുകൾ നമ്മളെ ലോജിക്ക് അനുസരിച്ച്, നമ്മുടെ തത്വങ്ങൾ അനുസരിച്ച്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു രീതി ശാസ്ത്രം അനുസരിച്ച് നോർബിനക്കൊപ്പമല്ല നമ്മൾ നിൽക്കുന്നത്, മറിച്ച് പാർട്ടി നേതൃത്വത്തിനൊപ്പമാണ്. കാരണം പാർട്ടി ഒരാളെ ഒരു കാര്യത്തെ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹം അത് പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നതാണ് നല്ല അച്ചടക്കമുള്ള അണികളുടെ അടയാളം എന്നുള്ളത്. രാഷ്ട്രീയം പറയല്ല, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് വരാം. അതായത് നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നതാണ്. ഇത് രാഷ്ട്രീയത്തിൽ പോലും ഇതാണ് അച്ചടക്കമെങ്കിൽ മതത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇത് തന്നെയാണ് കഴിഞ്ഞ കാലത്ത് സമസ്തയിൽ ചില ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിവാദത്തിന്റെ അടിസ്ഥാന കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അത് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അംഗീകരിക്കാത്തവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളാണ് ലീഗ് സമസ്ത പോര് എന്നും ലീഗ് സമസ്ത തർക്കം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സമസ്തക്കാരും സമസ്തയുടെ പുറത്തുള്ളവരും, അതായത് സമസ്തക്കാർ എന്ന ഐഡന്റിറ്റിയിൽ ജീവിച്ചിരുന്ന, ജീവിത ഉപാധിയായിട്ട് സമസ്തയെ കണ്ടിരുന്ന ആളുകൾ, അവർക്ക് അവരോട് യോജിക്കാത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തീരുമാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ നേതൃത്വം എടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും ഇതുപോലെ പരസ്യമായിട്ട് തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ സമസ്ത അവരെ അരികവൽക്കരിച്ചു. സമസ്തയുടെ പ്രവർത്തകർ അവരെ മാറ്റി നിർത്തി. അതിന്റെ അസ്വസ്ഥതകളാണ്, അസ്വാരസ്യങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് സമസ്ത വിവാദം, സമസ്ത CAC വിവാദം, അല്ലെങ്കിൽ സമസ്ത വാഫി പ്രശ്നം, അല്ലെങ്കിൽ സമസ്ത ലീഗ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം. ഇത് തന്നെയാണ് ഇതിന്റെ നേർ പകർപ്പ്. ഇതേ ചിത്രം തന്നെയാണ് അവിടെയും നടന്നത്. പക്ഷെ ഇന്ന് ഇരകളായിരുന്നവർ അന്ന് വേട്ടക്കാരായി. ഇന്ന് ഇരകളായിരുന്ന ആളുകൾ അന്ന് വേട്ടക്കാരായിരുന്നു. അന്നത്തെ വേട്ടക്കാർ ഇന്ന് ഇരകളായി മാറി.
ഇതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇത് തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അബ്ദുസമദ് പൂക്കോട്ടൂരിനോട് നൂർബിനത്താത്തക്ക് കൃത്യമായൊരു മറുപടി പറയാൻ ഉടനെ ഒരു ബൈറ്റുമായിട്ട് നിങ്ങൾ വരണം. ഉമർ ഫൈസി ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കാര്യം മുമ്പ് സംഭവിച്ച ഒരു കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ചാടി കുടഞ്ഞ് പുറത്തിറങ്ങിയതുപോലെ ഇതിനും മറുപടി പറയാൻ അങ്ങ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.